പ്രതിപക്ഷ നിരയിലിരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണം എന്ന ആവശ്യം ശക്തമാണ്. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ സ്വീകരിക്കും. പാർലമെന്റിൽ പ്രതിപക്ഷ ഇരിപ്പിടത്തേക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യ സഖ്യം ധാരണയിലെത്തിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നത്. 52-ൽ നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019-ൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തമേറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. മോദി സർക്കാരിനെതിരായ ശക്തമായ നിലപാടും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയും പാർട്ടിയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടിയതും സമ്മർദ്ദത്തിന് കാരണമാകും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനം വൈകാതെ അത് സംബന്ധിച്ച് ഏത് തീരുമാനം ഉണ്ടാകും. പൊതുവെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ആകണമെന്നാണ്. പക്ഷെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ നേടാനാകാത്തതിനാൽ 2014 മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദം ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൌധരി ഇക്കുറി പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ചേരുന്ന പ്രവർത്തക സമിതി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എന്ന ഒറ്റ പേരിലേക്കാകും എത്തുക. 24 ഡൽഹി.